വീടിനടുത്താണ് ബാണോത്ത് അമ്പലമെങ്കിലും 10 വർഷമായി കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അമ്പലത്തിൽ ഒരു പരിപാടിക്കും ഞാൻ പോയിട്ടില്ല കേട്ടോ. ഒരു പൂക്കലശവും ഞാൻ അവിടുത്തെ കണ്ടിട്ടുമില്ല. അമ്പലത്തിൻ്റെ ലൊക്കേഷൻ പോലും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും പോകണമെന്ന് അതേ പറഞ്ഞതാണ്. അങ്ങനെ ലാലോട്ടിനെ സെറ്റാക്കി വെച്ചപ്പോൾ ആ നിമിഷം തന്നെ ലാലോട്ടം മുങ്ങി. അങ്ങനെ അനീഷേട്ടൻ നമ്മളെ അമ്പലത്തിനടുത്ത് വരെ എത്തിച്ചു കേട്ടോ. അമ്പലത്തിനുള്ളിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മളുടെ ലക്ഷ്യം പൂക്കലശം കാണാമെന്നുള്ളതാണ്. എല്ലാ പ്രാവശ്യവും അവിടുത്തെ പൂക്കലശം ഒന്നിനൊന്ന് മെച്ചാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വർഷം എന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്തായാലും പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ തിരഞ്ഞു പിടിക്കുകയാണ് നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റിയത്. അങ്ങനെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും പൂക്കലശം ഓരോന്നോരോന്നായിട്ട് വന്നു കേട്ടോ. 4 പൂക്കലശം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പൂക്കലശം എത്തി, അത് കഴിയുമ്പോഴത്തേക്കും അടുത്തത് ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പൂക്കലശമാണ്. അതിൽ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ തട്ടകം ടീമിൻ്റെതാണ് കേട്ടോ. ഇത് ഏത് സൈഡിൽ നിന്ന് വന്നതാണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഇങ്ങനത്തെ ഒരു ഇത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്തായാലും വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല രീതിയിൽ അവർ പ്രകടനമൊക്കെ കാഴ്ചവെച്ചു. അങ്ങനെ പിന്നത്തെ പൂക്കലശം ഉള്ളതെന്ന് വെച്ചാൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അധികവും അങ്ങനെ തന്നെയാണുള്ളത്. അങ്ങനെ അതും കണ്ട് നമ്മൾ തിരിച്ചു.